ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പാരച്യൂട്ട് ഓയിലിൻ്റെ പല ഉപയോഗ രീതികളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഇത് ഹെയറിലൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് മാത്രമല്ലാതെ ഇതിൻ്റെ കൂടെ പല ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേറെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം, പല ഇഷ്യൂസും ക്ലിയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഫസ്റ്റ് ഹെയറിൽ തന്നെ കാഷ്വലി നമുക്ക് ഓയിലിംഗ് പ്രോസസ്സ് ചെയ്യാം, ഇതുപയോഗിച്ച്. അതല്ലാതെ ഓവർ ഡ്രൈ ഫ്രിസിനെസ് ഒക്കെ ഉള്ള ഹെയർസ് ഇല്ലേ, അങ്ങനെയുള്ളവർക്ക് കുറച്ച് തേനും കൂടി ആഡ് ചെയ്യാം. ഇത് ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ച തേനാണ്. ഇതിന് പ്രത്യേകിച്ച് ബ്രാൻഡോ ലേബലോ ഒന്നുമില്ല. അപ്പോൾ ഇത് നല്ല പ്യുവർ തേനാണെന്നാണ് പറയണത്. അപ്പോൾ ഇത് നല്ല റിസൾട്ടാണ് കേട്ടോ. ഈ തേന് നോർമലി ബ്രാൻഡഡ് ആയിട്ടുള്ള തേനിനേക്കാളും നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയർ സോഫ്റ്റ് ആകും, ഫ്രിസിനെസ് ഒക്കെ മാറും. അടുത്ത പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മോസ്റ്റ് പ്രോബബിളി ഭൂരിഭാഗം ആൾക്കാർക്കും പല്ലിലൊരു മഞ്ഞ കളറ് സ്റ്റെയിന് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പല സാഹചര്യങ്ങളിൽ. അപ്പോൾ അത് മാറാനായിട്ട് ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ ഓയിൽ കുറച്ച് കറിമഞ്ഞൾ, ഈ മഞ്ഞൾപ്പൊടിയിൽ നമ്മൾ കറിയിലൊക്കെ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും മിക്സ് ചെയ്ത് നമ്മൾ ബ്രഷ് ചെയ്യണം. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ബ്രഷിൽ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ ബ്രഷ് ചെയ്യണം. അതൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു കുറച്ച് ഡേയ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അടുത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയിൽ നമ്മൾ കുളിക്കാൻ നേരത്ത് പണ്ട് മഞ്ഞളൊക്കെ ഇട്ട്, കസ്തൂരി മഞ്ഞളൊക്കെ ഇട്ട് കുളിക്കുമല്ലോ. അപ്പം സ്കിന്നൊക്കെ ഒരു നല്ല ഫ്രഷ്നെസ്സും ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റൊക്കെ കിട്ടാനായിട്ട്, പിന്നെ നല്ല കളറും കാര്യങ്ങളും പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ. അപ്പോൾ ഈ ഓയിലിലേക്ക് കുറച്ചു കസ്തൂരി മഞ്ഞൾ, ഇത് ധാത്രിയുടെ കസ്തൂരി മഞ്ഞളാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്, അഫോർഡബിളാണ് എല്ലാവർക്കും, പിന്നെ നല്ല മഞ്ഞളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത്, ഇത് രണ്ടും മാത്രമായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതല്ല ഒരു സ്ക്രബിങ് എഫക്റ്റൊക്കെ വേണമെങ്കിൽ ഒരു കോഫി പൗഡർ കുറച്ച് ആഡ് ചെയ്യാം. അതല്ല കുറച്ചും കൂടി ഒരു കോഫി പൗഡറിനോട് താല്പര്യം ഇല്ലാത്തവർക്കില്ലേ, കുറച്ചും കൂടി ഒരു സ്ക്രബിങ് എഫക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഇതില്ല ഷുഗർ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാം. ഞാനൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുറച്ച് ഓയിൽ എടുക്കണം. ഓയിൽ ഒരു 1 സ്പൂൺ മതി. അല്ല, അത് ഓരോരുത്തർ എത്ര ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച്. അപ്പം ഞാനിവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു 1 സ്പൂൺ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾക്ക് കുറച്ച് കോഫി പൗഡറിനോട് താല്പര്യമില്ലാത്തവർക്ക്, ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതിനോട് താല്പര്യമില്ലാത്തവർക്ക് ഷുഗർ യൂസ് ചെയ്യാം. പിന്നെ ഷുഗർ ക്രിസ്റ്റൽസ് ഒക്കെ ഒരു കുറച്ച് ഹാർഷായിരിക്കും, അത് എല്ലാവരുടെ സ്കിന്നിനും അത്ര സ്യൂട്ടാവില്ല. അപ്പോൾ ഭയങ്കര ഡ്രൈ സ്കിന്ന് അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഷുഗർ സ്കിപ്പ് ചെയ്യാം. അല്ലാത്തുള്ളവർക്ക് ഷുഗർ ഒരു കുറച്ച് മതി, കാരണം അതിൻ്റെ ഒരുപാട് ആവശ്യമില്ല. എന്നിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കുറച്ച് എമൗണ്ട് എടുത്തിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കുന്നതാണ്. ശരിക്കും മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് കോഫി പിന്നെ ഷുഗർ ഇട്ടിട്ടുണ്ടെങ്കിലും സെൻസിറ്റീവ് സ്കിന്നൊന്നും ഇല്ലാത്തവർക്ക് സ്ക്രബിങ് എഫക്റ്റിന് ഷുഗർ ഇടാം. അതല്ലാതെ ഇപ്പം കോഫിയും കൂടി കോഫി പൗഡർ കൂടി ഇടുകയാണെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, പിഗ്മെൻറ്റേഷൻ മാറാനും പിന്നെ ടാൻ ആയതൊക്കെ മാറാനും ഒരു എക്സ്ഫോളിയേറ്റിംഗ് എഫക്റ്റും ഒക്കെ കിട്ടാൻ കോഫി പൗഡർ നല്ലതാണ്. അപ്പോൾ കോഫി പൗഡറും വേണം, ഷുഗർ എല്ലാം ഇടാം.
നല്ലതാണ്. അപ്പോൾ കോഫി അവോയ്ഡ് ചെയ്യണം അതോ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ളവർക്ക് അത് വേണേൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു പക്ഷേ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എപ്പോഴും ഈ കോക്കനട്ട് ഓയിലാണല്ലോ. അതാണ് നമ്മൾ ജസ്റ്റ് ഒരു കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് അതിൻ്റെ കൂടെ പലതും മിക്സ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈവൻ ഹെയറിനാണേലും സ്കിന്നിനാണേലും ടീത്തിനാണെങ്കിലും അതിൽ ഇഷ്യൂസൊക്കെ റിസോൾവ് ചെയ്യാൻ നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പം ഞാനിത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും ഹോസ്റ്റലിലുമൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വീട്ടിൽ കിട്ടുന്നത് പോലത്തെ ഐറ്റംസ് ഒന്നും നമുക്ക് ഹോസ്റ്റലിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്സൊക്കെ ഉപയോഗിച്ച് അതിനൊക്കെ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.